പക്ഷെ ഇത്രയും കാലമായിട്ടും ഈ പറയുന്ന വ്യക്തിയെ ദിലീപിനെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് പോലും ഇല്ലാത്തൊരു കേസായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം ഈ എന്താ പറയുക ഫോട്ടോഷോപ്പ് ചെയ്ത ചില ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇതിൽ കൊടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിച്ച ഒരു ലോബി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം കൂടെ എന്തായിരുന്നു എന്ന് അറിയണം. കാരണം ഈ കേസ് ഒരു പക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ദിലീപ് അടുത്ത് തുടങ്ങി വെക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ലോബി അതാരാണ്, എന്തുകൊണ്ടാണ് അവർ ഇതിന് ചെയ്തത്. അപ്പൊ അത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അല്ലെങ്കിൽ ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെയുണ്ട്. അപ്പൊ അവർക്ക് കൂടെ ഉള്ളൊരു ഒരു എന്താ പറയുക ഒരു ആശ്വാസമായിരിക്കും ഈ കേസിന്റെ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ വിധി എന്താണെന്ന് എനിക്കിപ്പം പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുവരെ വെച്ചിട്ടുള്ള ഇതിന്റെ ഒരു ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല ഇഷ്യൂസ് എടുത്തിടും. ഈ മെമ്മറി കാർഡ് എന്താ പറയുക ഹാഷ് വാല്യൂ മാറി, അത് ദിലീപിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെങ്കിൽ കോടതിയാണ് അതിന് ഉത്തരം പറയേണ്ടത്. അപ്പൊ അതിനുള്ള എന്താ പറയുക ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ അവർ പാലിക്കുന്നില്ലേ? അപ്പൊ അത് വേറൊരു കേസ് തന്നെയാണ്. അപ്പൊ അതിനെല്ലാത്തിനും ഇത് കൊണ്ടുവന്നിട്ട് അവസാനം ഈ ചർച്ചയെ വഴിതെറ്റിച്ച് ദിലീപിലേക്ക് എത്തിക്കുക മാത്രമല്ല, ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല, ഒരു മാധ്യമ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് ഈ കേസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ 3 മണി ചർച്ച നോക്കിയാലും ഈ വിഷയം എടുക്കുക, 8 മണി ചർച്ച നോക്കിയാലും ഈ വിഷയം എടുക്കുക, എപ്പം ചർച്ച ചെയ്യുന്നോ ദിലീപ് വിഷയം അവർക്ക് കൃത്യമായിട്ട് എടുക്കേണ്ടിയിരുന്നു. അപ്പൊ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു?